ഹായ് ഓൾ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കോമൺ ലബോറട്ടറി ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ലാബിൽ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് ഇൻക്യുബേറ്റേഴ്സ്. ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ലബോറട്ടറി ഡിവൈസ് ആണ് യൂസ് ടു മെയിൻറ്റെയിൻ കൺട്രോൾഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, മെയിൻലി ടെമ്പറേച്ചർ ഫോർ ദ ഗ്രോത്ത് ആൻഡ് സ്റ്റോറേജ് ഓഫ് ബയോളജിക്കൽ സാമ്പിൾസ് സച്ച് ആസ് മൈക്രോ ഓർഗാനിസം, സെൽ സ്ട്രക്ചർ ഓർ എഗ്സ്. അതായത് ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ അല്ലെങ്കിൽ മെയിൻലി ടെമ്പറേച്ചർ എന്തിനു വേണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഗ്രോത്ത് ആൻഡ് സ്റ്റോറേജ് ഓഫ് ബയോളജിക്കൽ സാമ്പിൾസ് സച്ച് ആസ് മൈക്രോ ഓർഗാനിസം, സെൽ കൾച്ചേഴ്സ് ഓർ എഗ്. മൈക്രോ ഓർഗാനിസത്തിൻ്റെയോ സെൽ കൾച്ചേഴ്സിൻ്റെയോ എഗ്ഗിൻ്റെയോ ഗ്രോത്തിനും സ്റ്റോറേജിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലബോറട്ടറി ഡിവൈസാണ്. മെയിൻലി എന്താണ് ഇവിടെ കൺട്രോൾ ആവുന്നത്? ടെമ്പറേച്ചറാണ് കൺട്രോൾ ചെയ്തിട്ട് ഇതിൻ്റെ ഗ്രോത്തും സ്റ്റോറേജും ചെയ്യുന്നത്. ഇനി ഇൻക്യുബേറ്റേഴ്സിൻ്റെ മെയിൻ ഏരിയ നോക്കുക. അതായത് ഡബിൾ വാൾഡ് ചേംബറാണ് ഇൻക്യുബേറ്റേഴ്സിനുള്ളത്. അത് എന്തിനാണെന്ന് വെച്ചാൽ വളരെ സ്റ്റേബിളായിട്ടുള്ള ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഡബിൾ വാൾഡ് ചേംബർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻസുലേറ്റഡ് വാൾസ് ആണ്, അതുപോലെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഡോറുമാണ്. ഹീറ്റ് ലോസ് തടയാനും അതുപോലെ എക്സ്റ്റേർണൽ ടെമ്പറേച്ചറും ഇൻറ്റേർണൽ കണ്ടീഷൻസുമായിട്ട് ഒരു ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസുലേറ്റഡ് വാൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഹീറ്റിംഗ് എലമെൻറ്റ്സ് ആണ്. ഹീറ്റിംഗ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മെയിൻലി ആ ഒരു ഡിസൈഡ് ടെമ്പറേച്ചർ നമുക്ക് ഓരോ മൈക്രോ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഓരോ സെൽ കൾച്ചേഴ്സിനും പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസൈഡ് ടെമ്പറേച്ചർ ഉണ്ടാവും. അത് മാത്രം കീപ്പ് ചെയ്താലേ ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സൂക്ഷിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഹീറ്റിംഗ് എലമെൻറ്റ്സ് ഉണ്ട്. മെയിൻലി നമ്മളിവിടെ പഠിക്കേണ്ടത് അടുത്ത പോയിൻ്റാണ് തെർമോസ്റ്റാറ്റ് വിത്ത് ടെമ്പറേച്ചർ നോബ്. ഒരു യൂസറിന് ഈ ഒരു നമ്മുടെ ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുന്നൊരു യൂസറിന് ആ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു മൈക്രോ ഓർഗാനിസം ആവട്ടെ അതിൻ്റെ സ്റ്റോറേജിന് അല്ലെങ്കിൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളൊരു ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് ആയിട്ട് ഇവിടെ ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട്. എക്സാം പോയിൻ്റ് ആണ് തെർമോസ്റ്റാറ്റ് വിത്ത് ടെമ്പറേച്ചർ നോബ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ആ ചേംബറിനെ ടെമ്പറേച്ചർ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു തെർമോസ്റ്റാറ്റ് ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇതിനകത്ത് റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ടു 110 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ റേഞ്ചിൻ്റെ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. ഇനി കോമൺലി യൂസ് ചെയ്യുന്ന ഐഡിയൽ ടെമ്പറേച്ചർ ഏതാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇനി യൂസസ് നമ്മൾ പറഞ്ഞു, ബാക്ടീരിയൽ കൾച്ചേഴ്സ് ഗ്രോ ചെയ്യാൻ. പിന്നെ വരുന്നത് ഹെമറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, സെറോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷനുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് സെൻട്രിഫ്യൂജ് ആണ്. സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത് മറ്റൊരു ലബോറട്ടറി ഡിവൈസാണ് യൂസ് ടു സെപ്പറേറ്റ് സോളിഡ് പാർട്ടിക്കിൾസ് ഫ്രം എ ലിക്വിഡ് സസ്പെൻഷൻ ബൈ അപ്ലൈയിങ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ലിക്വിഡ് സസ്പെൻഷനിൽ നിന്നും സോളിഡ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഇത് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. നമുക്ക് ഈ ഒരു സെൻട്രിഫ്യൂജിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രിൻസിപ്പിളാണ്. അതായത് ഒരു സർക്കുലർ മോഷനിൽ ഹൈ സ്പീഡിൽ ഒരു സബ്സ്റ്റൻസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? പാർട്ടിക്കിൾസിനെ അതിൻ്റെ സെൻറ്റർ ഓഫ് റൊട്ടേഷനിൽ നിന്നും പുഷ് ചെയ്യുന്നു, പുറത്തേക്ക് പുഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ഹയർ അല്ലെങ്കിൽ ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ബോട്ടത്തിൽ സെറ്റിൽഡ് ആവും. മറ്റു പാർട്ടിക്കിൾസ് വെയിറ്റ് കുറഞ്ഞത് എന്ത് ചെയ്യും? ടോപ്പിൽ സെറ്റിൽഡ് ആവും. ഓക്കെ. അപ്പോൾ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ ക്യാവിറ്റി ആണെങ്കിൽ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? പുറത്തോട്ട് സെറ്റിലാകും. സെറ്റിലാകുമ്പോൾ ഹയർ പാർട്ടിക്കിൾസ് ബോട്ടത്തിലോട്ടും ആ ഒരു ട്യൂബിൻ്റെ ബോട്ടത്തിലോട്ടും, ഹെവിയർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഹയർ പാർട്ടിക്കിൾസ് ട്യൂബിൻ്റെ ബോട്ടത്തിലോട്ടും, ലൈറ്റർ പാർട്ടിക്കിൾസ് മുകളിലുമായിട്ട് സെറ്റിലാവും. അപ്പോൾ ഇതിനകത്ത് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ്? സെൽസ് ആകാം, ബാക്ടീരിയ ആവാം, കാസ്റ്റ് ആകാം, അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആവാം. ഇതിനെയൊക്കെ എന്ത് ചെയ്യും? ഫ്ലൂയിഡ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ട് ഫ്ലൂയിഡ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും.
ഇനി അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഒന്നാമത്തെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ. സ്പീഡ് ഓഫ് റൊട്ടേഷൻ എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. നമ്മൾ ആർ പി എം എന്ന് പറയും. ഇതിൻ്റെ ഒരു RPM എന്ന് പറയുന്നത് റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ എത്ര റെവല്യൂഷൻസ് എടുക്കുന്നു എന്നുള്ളത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ റേഡിയസ് ഓഫ് റൊട്ടേഷൻ, അതായത് റോട്ടറിൻ്റെ സെൻറ്ററിൽ നിന്നുമുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇതും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യും. അതായത് ഗ്രേറ്റർ സ്പീഡും ലാർജർ റേഡിയസും ഉണ്ടെങ്കിൽ ഹൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്ററും മോർ എഫക്റ്റീവുമായിട്ടുള്ള സെഡിമെൻറ്റേഷൻ നടക്കും. ഇനി റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നോക്കാം. മിക്ക ലബോറട്ടറി പ്രൊസീജിയേഴ്സിലും സെൻട്രിഫിക്കേഷന് സ്പെസിഫൈ ചെയ്യുന്ന ടേംസ് ഏതിലാണ്? RCF അല്ലെങ്കിൽ റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിലാണ്. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് ഗ്രാവിറ്റി, സ്മോൾ ലെറ്റർ G ആണ് ഗ്രാവിറ്റിയുടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത് RCF എന്ന് പറയുന്നത്. ഇനി നമുക്കല്ലാതെ തന്നെ പറയുകയാണെങ്കിൽ ആക്ച്വൽ സെഡിമെൻറ്റേഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ബോത്ത് സ്പീഡ് ആൻഡ് റേഡിയസ്. റേഡിയസിനെയും സ്പീഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, RPM മാത്രമല്ല. ഇനി യൂസസ് പറയുകയാണെങ്കിൽ സെപ്പറേഷൻ ഓഫ് ബ്ലഡ് കമ്പോണൻറ്റ്സ്, ഐസൊലേഷൻ ഓഫ് സെൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ്, യൂസ് ഇൻ ക്ലിനിക്കൽ ആൻഡ് ബയോകെമിക്കൽ ആൻഡ് മൈക്രോബയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ഇനി അടുത്ത ബേസിക് കമ്പോണൻറ്റ്സ് ഓഫ് സെൻട്രിഫ്യൂഗ് നോക്കാം. ഒന്നാമത്തത് സെൻട്രൽ ഷാഫ്റ്റ് അല്ലെങ്കിൽ സ്പിൻഡിൽ എന്ന് പറയും. സെൻട്രൽ ഷാഫ്റ്റ് അല്ലെങ്കിൽ സ്പിൻഡിൽ എന്ന് പറയുന്നത് സെൻട്രൽ റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദ സെൻട്രിഫ്യൂഗ് ആണ്. ഇത് ഈ ഒരു മാനുവൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? സ്പിൻ ചെയ്യും. ആൻഡ് പ്രൊവൈഡിങ് ദ മോഷൻ നീഡഡ് ടു ജനറേറ്റ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള മോഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയയാണ് സെൻട്രൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹെഡ്. ഹെഡ് എന്ന് പറയുന്നത് അറ്റാച്ച് ഡയറക്ട്ലി ടു ദ സെൻട്രൽ ഷാഫ്റ്റ്. സെൻട്രൽ ഷാഫ്റ്റിനോട് അറ്റാച്ച് ചെയ്തേക്കുന്ന ഏരിയയാണ് ഹെഡ് എന്ന് പറയുന്നത്. ഈ ഹെഡിനകത്താണ് നമ്മൾ ഈ സാമ്പിൾ വയ്ക്കുന്ന ബക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത്. സാമ്പിൾസ് എല്ലാം കൂടെ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബുകളെല്ലാം കൂടെ, സാമ്പിളുള്ള ടെസ്റ്റ് ട്യൂബുകളെല്ലാം കൂടെ ഒരു ബക്കറ്റ്സിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ആ ബക്കറ്റ്സ് എവിടെ വെക്കും? ഈ ഹെഡർ റീജിയൻ അല്ലെങ്കിൽ റോട്ടർ റീജിയനിൽ വെക്കും. ഓക്കെ, റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് ദ റൊട്ടേഷണൽ മോഷൻ ടു ദ സാമ്പിൾസ്. ഇനി അടുത്തത് ബക്കറ്റ്. ഞാൻ പറഞ്ഞല്ലോ ടെസ്റ്റ് ട്യൂബ് ഹോൾഡ് ചെയ്യുന്ന ഏരിയയാണ് ഇത് ബക്കറ്റ് എന്ന് പറയുന്നത്. അത് ഫിക്സ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ സ്പിന്നിങ് നടക്കുമ്പോൾ സ്വിങ് ചെയ്യുന്നതും ആവാം. അതൊക്കെ ആ സെൻട്രിഫ്യൂഗിൻ്റെ ടൈപ്പ് അനുസരിച്ച് ഇരിക്കും. ഇനി അടുത്ത വരുന്നത് സെമി ഓട്ടോ അനലൈസർ. സെമി ഓട്ടോ ബയോകെമിസ്ട്രി അനലൈസർ എന്ന് പറയുന്നത് ഒരു ലബോറട്ടറി ഇൻസ്ട്രുമെൻ്റ് ആണ്. യൂസ് ടു മെഷർ ആൻഡ് അനലൈസ് വേരിയസ് ബയോകെമിക്കൽ പാരാമീറ്റേഴ്സ് ഇൻ ബയോളജിക്കൽ സാമ്പിൾസ് സച്ച് എസ് ബ്ലഡ് ഓർ സെറം. അതായത് ബ്ലഡിലും സെറത്തിലുമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ബ്ലഡിലാണെങ്കിലും സെറത്തിലാണെങ്കിലും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബ്ലഡ്. ബ്ലഡ് എന്ന് പറയുമ്പോൾ ബ്ലഡ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കാതെ അതിനകത്തുള്ള ഓരോ കമ്പോണൻറ്റ്സ് പറയുമല്ലോ, RBC, WBC അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോട്ടീൻ ആവട്ടെ, അങ്ങനെ കുറേ കമ്പോണൻറ്റ്സ് ഉണ്ട്, പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിനെയൊക്കെ അനലൈസ് ചെയ്യാനും മെഷർ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സെമി ഓട്ടോ ബയോകെമിസ്ട്രി അനലൈസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ അല്ല വർക്കിംഗ് നോക്കുക. ഇറ്റ് പെർഫോം ബയോകെമിക്കൽ ടെസ്റ്റ് യൂസിങ് ഒപ്റ്റിക്കൽ മെത്തേഡ്, യൂഷ്വലി കലോറിമെട്രി. പിന്നെ നമ്മൾ ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെമി ഓട്ടോ അനലൈസർ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പകുതി പണി മെഷീൻ ചെയ്യും, പകുതി പണി നമ്മളും ചെയ്യും. അപ്പോൾ മാനുവൽ സ്റ്റെപ്സ് അല്ലെ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയാണ്? സാമ്പിൾ ലോഡിങ്, റിയേജൻറ്റ് പ്രിപ്പറേഷനും. ബാക്കി പ്രോസസ്സും അതുപോലെ റിസൾട്ട് മാറി തരും, മെഷീൻ തരും. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ കൂടുതലും ഹോസ്പിറ്റൽ, ക്ലിനിക്ക്, റിസർച്ച് ലബോറട്ടറികളിലാണ്. അപ്പോൾ അതിൻ്റെ കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ ടൈം എഫിഷ്യൻ്റ് ആണ്. മാനുവൽ മെത്തേഡിനെക്കാട്ടിലും ഫാസ്റ്ററാണ്. അതുപോലെ പേഷ്യൻറ്റിൻ്റെ ടൈം, റിസൾട്ട് കാത്തല്ലേ റിപ്പോർട്ട് കാത്ത് വെയിറ്റ് ചെയ്യേണ്ട ടൈം വേസ്റ്റ് ആവില്ല. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഓട്ടോമേറ്റഡ് അനലൈസസ് മേടിക്കുകയാണെങ്കിൽ നല്ല കോസ്റ്റ് ആവും. അത് വെച്ച് നോക്കുമ്പോൾ ചീപ്പറാണ്, പിന്നെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് യൂസ് ചെയ്യും, ലിവർ ഫങ്ഷൻ ടെസ്റ്റിന് യൂസ് ചെയ്യും, കിഡ്നി ഫങ്ഷൻ ടെസ്റ്റിന് യൂസ് ചെയ്യും, എൻസൈം അനലൈസിസിന് യൂസ് ചെയ്യും.
ഇനി അടുത്ത ഇൻസ്ട്രുമെൻ്റ് ആണ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. കലോറിമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു ഫൈൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ എ സാമ്പിൾ. ഒരു സാമ്പിളിൽ ഉള്ള സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ആ ഒരു പ്രിൻസിപ്പിളാണ് നമുക്ക് എക്സാമിന് വന്നിട്ടുള്ളത്. പ്രിൻസിപ്പിളിനെ ഒറ്റ വേർഡിൽ ബീർ-ലാംബേർട്സ് ലോ എന്ന് പറയാം. അല്ലാണ്ട് നമുക്കത് ഡിസ്ക്രിപ്റ്റീവായിട്ട് ഓരോന്നായിട്ട് നോക്കാം. ഇറ്റ് വർക്ക്സ് ബൈ മെഷറിങ് ഹൗ മച്ച് ലൈറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ എ കളേർഡ് സൊല്യൂഷൻ. അപ്പോൾ ഒരു കളേർഡ് സൊല്യൂഷനിൽ എത്രത്തോളം ലൈറ്റ് അബ്സോർബ് ചെയ്യും അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ടാണ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആദ്യം ഇവിടെ ഉണ്ടാവും. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ അതിനകത്തുള്ള കോൺസെൻട്രേഷൻ നമുക്ക് അറിയാവുന്നതായിരിക്കും, ഒരു നോൺ കോൺസെൻട്രേഷൻ ആയിരിക്കും. ആ നോൺ കോൺസെൻട്രേഷനുള്ള സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഈ സാമ്പിളുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്രത്തോളം കളറ് എത്രത്തോളം ലൈറ്റ് അബ്സോർബ് ചെയ്തോ അത്രത്തോളം നമ്മൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ മോർ കളർ ഇസ് ഈക്വൽ ടു മോർ ലൈറ്റ് അബ്സോർബ് ഇസ് ഈക്വൽ ടു ഹയർ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇതിനകത്ത് ഇനി യൂസ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് വിസിബിൾ റേഞ്ചിലുള്ള വിസിബിൾ സ്പെക്ട്രം ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വർക്കിംഗ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, എ കളേർഡ് സൊല്യൂഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സാമ്പിൾ. Light is passed through the solution. Instrument measures the how much light is absorbed. റിസൾട്ട് എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കും. ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ബയോളജിക്കൽ സാമ്പിൾസിൻ്റെ സബ്സ്റ്റൻസിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനും ക്വാളിറ്റേറ്റീവ് അനാലിസിസിനും യൂസ് ചെയ്യും. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ദ സബ്സ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ദ സബ്സ്റ്റൻസ് ആണ്. ഇത് രണ്ടും കണ്ടുപിടിക്കാൻ നമുക്ക് കലോറിമീറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ പ്രിൻസിപ്പിളാണ്. കലോറിമീറ്റർ ഈസ് ബേസ്ഡ് ഓൺ ബീർ-ലാംബേർട്സ് ലോ. ഇത് എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ബീർ-ലാംബേർട്സ് ലോവിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്നുള്ളതാണ് കലോറിമീറ്ററാണ്. ഇറ്റ് മെഷേഴ്സ് ദ ഇൻറ്റൻസിറ്റി ഓഫ് കളർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സബ്സ്റ്റൻസ് ഇൻ എ സാമ്പിൾ. അപ്പോൾ ആ ഒരു സബ്സ്റ്റൻസിനെ, സാമ്പിളിലുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് അനലൈറ്റ്. അതും എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കളറിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ. നോക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ദ അൺനോൺ സാമ്പിൾ അല്ലെങ്കിൽ ടെസ്റ്റ്, ഈ അൺനോൺ സാമ്പിളിനെ നമ്മൾ ടെസ്റ്റ് എന്ന് പറയാം. അത് എന്തുമായിട്ട് കമ്പയർ ചെയ്യും? കമ്പയറിങ് വിത്ത് ദ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. നേരത്തെ പറഞ്ഞ പോലെ നോൺ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനാണ് ഇത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. അതുമായിട്ട് കമ്പയർ ചെയ്യും കോൺസെൻട്രേഷൻ. അപ്പോൾ കൂടുതൽ കളർ ഉണ്ടെങ്കിൽ ഹയർ ദ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്റ്റൻസ്. ഇനി കലോറിമീറ്റർ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസറൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കലോറിമീറ്റർ എന്ന് പറയുന്നത് ഏത് ലോ ബേസ് ചെയ്തിട്ടാണ്? ബീർ-ലാംബേർട്സ് ലോ ബേസ് ചെയ്തിട്ടാണ്. കലോറിമീറ്റർ മെഷർ ചെയ്യുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇൻറ്റൻസിറ്റി ഓഫ് കളർ ഓഫ് ദ സൊല്യൂഷൻ. കലോറിമീറ്ററിക്കകത്ത് അൺനോൺ സാമ്പിളിനെ നമ്മൾ എന്തെന്ന് പറയും? ടെസ്റ്റ് സാമ്പിൾ എന്ന് പറയും. അതുപോലെ സ്റ്റാൻഡേർഡ് സൊല്യൂഷനകത്ത് എന്താ ഉള്ളത്? നമുക്ക് നോൺ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ആണുള്ളത്. പിന്നെ അക്കോർഡിംഗ് ടു ബീർ-ലാംബേർട്സ് ലോ കളർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്തുമായിട്ട് പ്രൊപ്പോർഷണലാണ്? കോൺസെൻട്രേഷനുമായിട്ട് പ്രൊപ്പോർഷണലാണ്. അതായത് കളർ ഇൻറ്റൻസിറ്റി കൂടുകയാണെങ്കിൽ കോൺസെൻട്രേഷനും അവിടെ കൂടുതലാണ്. ഓക്കെ, ഹൈ ഓൾ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കോമൺ ലബോറട്ടറി ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ലാബിൽ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് ഇൻക്യുബേറ്റേഴ്സ്. ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ലബോറട്ടറി ഡിവൈസാണ് യൂസ് ടു മെയിൻറ്റെയിൻ controlled environmental condition, mainly temperature, for the growth and storage of biological samples such as microorganisms, cell structure or eggs. അതായത് ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ അല്ലെങ്കിൽ മെയിൻലി